കൂട്ടുകാരെ, നമുക്കൊരു ആട്ടക്കാരനെ നിർമ്മിക്കാം. അതിന് വേണ്ടത് 3 മച്ചിങ്ങ, ചിലയിടങ്ങളിൽ കൊച്ചങ്ങ, വെള്ളയ്ക്ക എന്നൊക്കെ ഇതിന് പേരുണ്ട്, 3 ഈർക്കിൽ കഷ്ണങ്ങൾ എന്നിവയാണ്. ഏകദേശം ഒരേ വലിപ്പമുള്ള മച്ചിങ്ങയുടെ നടുവിലേക്ക് ഇങ്ങനെ ഈർക്കിൽ കുത്തിയിറക്കണം. ഈർക്കിൽ കുത്തിവെച്ചിരുന്ന 2 മച്ചിങ്ങ 3-ാമത്തെ മച്ചിങ്ങയുടെ വശങ്ങളിലും ഇതുപോലെ ഉറപ്പിക്കുക. മൂന്നാമത്തെ മച്ചിങ്ങയുടെ നടുവിൽ കുത്തിയ ഈർക്കിലിൻ്റെ അഗ്രം കൃത്യമായി ഗുരുത്വ കേന്ദ്രത്തിൽ ബാലൻസ് ചെയ്യുന്നതുവരെ നീളം കുറച്ച് കൊണ്ടുവരിക. ആട്ടക്കാരൻ റെഡിയായി. ഇനി എവിടെ വേണമെങ്കിലും ആട്ടക്കാരനെ വെച്ച് കളിക്കാം. എന്താണ് ഇതിന് പിന്നിലുള്ള ശാസ്ത്രം? വസ്തുക്കളുടെ ഭാരം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഈ കേന്ദ്രത്തെയാണ് ഗുരുത്വ കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കപ്പെടുന്നത് ഗുരുത്വ കേന്ദ്രത്തിലൂടെയാണ്. ഉള്ളി, ഉരുളക്കിഴങ്ങ്, വാൾ, പാവ ഇങ്ങനെ എന്തും ഉപയോഗിക്കാം. ചിത്രശലഭത്തെ നോക്കൂ. ഭാരത്തിനായി ഇതിൻ്റെ ചിറകുകളിൽ ഓരോ നാണയം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് വിവിധ രീതിയിൽ ഇത്തരമൊരു കളിപ്പാട്ടം നിർമ്മിക്കൂ. ഓർക്കുക, എല്ലാറ്റിനും പിന്നിൽ ഒരു ശാസ്ത്ര തത്വമുണ്ട്.